ഷജിൻ 100 രൂപയ്ക്ക് 1 കിലോ കൊഞ്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് കെട്ടിയോൻ രാവിലെ കുണുകുണാന്നോടി വാങ്ങിക്കൊണ്ടു വന്നതോ കണ്ണിലിട്ടാ ഉറുത്താത്ത കൊഞ്ച്. പണി കിട്ടിയത് ആർക്കാ? എനിക്കല്ല, കെട്ടിയോന്. 4 മണിക്കൂർ ഇമ വെട്ടാതെ ഒരേ നിപ്പ് നിന്ന് കൊഞ്ച് വൃത്തിയാക്കി തരേണ്ടി വന്നു. കുറച്ചെടുത്ത് ഞാൻ വറുത്തു, ബാക്കി നല്ല ഒന്നാന്തരം കുറുകിയ തീയലുണ്ടാക്കി. എന്നാ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ചട്ടിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് മൂപ്പിക്കാം. പുറകേന്ന് ഒരു പിടി ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളിക്ക് റെക്കോർഡ് വിലയായതുകൊണ്ട് ഒരു സവാള കൂടി ഞാൻ ഒപ്പം ചേർക്കുന്നു. മുൻപത്തെ പോലെ ചെറിയുള്ളി വാരി വിതറാനൊക്കില്ലല്ലോ. 2 പച്ചമുളകും കൂടി ഒപ്പം ചേർത്ത് വാടി വരുന്ന വാക്കിന് 1 കഷ്ണം ഇഞ്ചിയും 1 തുറ വെളുത്തുള്ളിയും തല്ലിയത് ഒപ്പം ചേർത്ത് വീണ്ടും വഴറ്റാം. ഗ്യാസേ. പുറകേന്ന് 2 വറ്റൽമുളക് പിച്ചിയതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് വഴറ്റാം. കുരങ്ങൻ തൊടാത്ത ഏക സാധനം കറിവേപ്പില ആയതുകൊണ്ട് ആവശ്യത്തിനും അധികത്തിനും അതിവിടെ ഉണ്ട്. പുറകേന്ന് വലിയൊരു തക്കാളി, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ 2 തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കാം. തീയലിന് വേണ്ട തേങ്ങ ഓൾറെഡി ഞാൻ മുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് വെണ്ണ പോലെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ച് മാറ്റിവെക്കാം. വാടിയ കൂട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊഞ്ചു കുട്ടന്മാര് തട്ടി ഇളക്കാവുന്നതാണ്. ഈ ഒരു ചെറിയ കൊഞ്ചിനാണ് തീയൽ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ, വലിയ കൊഞ്ചിനേക്കാളും. 20 സെക്കൻഡ് ഒന്ന് മൂടി വെക്കാവുന്നതാണ്. ശേഷം അരപ്പും വെള്ളവും കുറച്ച് പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് ഉപ്പ് നോക്കി പോരെങ്കിൽ വീണ്ടും ചേർത്ത് ഇളക്കി തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് ഇളക്കി ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ആകെ മൊത്തം 15 മിനിറ്റ് കുക്ക് ചെയ്ത് ലാസ്റ്റ് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് സ്റ്റവ് ഓഫാക്കി എടുത്താലേ കിണ്ണം കാച്ചിയ കൊഞ്ച് തീയൽ റെഡി. ചട്ടിയോടെ 5 സ്റ്റാർ ഹോട്ടലിൽ കൊടുത്ത അവന്മാർ ഇതൊരു 10,000 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ ട്രൈ ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.